ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, തീവ്രവാദത്തിനും ഭീകരതയ്ക്കും മനുഷ്യത്വരാഹിത്യത്തിനും ഏറെ പേരുകേട്ട നാടാണ് സിറിയ. സിറിയയിൽ ഐസിസ് പോലെയുള്ള ഭീകരവാദ സംഘടനകൾ അമുസ്ലിങ്ങളായ അവരുടെ കോൺസെപ്റ്റിലെ കാഫിറുകളോട് ചെയ്യുന്നത് എന്താണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. കൈകൾ രണ്ടും പുറകോട്ട് കെട്ടി കഴുത്തില് തലവഴിയെ ഒരു കറുത്ത തുണിയും ഇട്ട് കൊണ്ടുപോയി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കശാപ്പ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ മനുഷ്യന്മാരുടെ കണ്ണ് കെട്ടി നടക്കാൻ പറയുക, ചാട്ടവാറൻ അടിച്ചോടിക്കുക. ഇവർ പ്രാണരക്ഷാർത്ഥം നടക്കും, ഓടും, പോയി വലിയ ഒരു കുഴിക്കകത്ത് വീഴും, ഉടനെ തലയ്ക്കകത്ത് പടക്കം പൊട്ടിക്കുക. ആയിരക്കണക്കിന് മനുഷ്യന്മാരെയാണ് കുന്നുകൂട്ടിയിട്ട് ഇവർ തലയ്ക്ക് ഓട്ടയിടുന്നത്. ഇത്തരം മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കുന്ന, അങ്ങനെ ചിന്തിക്കുന്ന അത്തരം ഒരു ഭരണരീതി രാജനീതിയായി മതനീതിയായി പ്രാവർത്തികമാക്കുന്ന ആ സിറിയ എന്ന രാജ്യത്തേക്കാണ് ഇന്ത്യയിലെ സ്വതന്ത്ര ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രത്യേകിച്ച് ഒരുപാട് മലയാളികൾ കേരളത്തിൽ നിന്ന് പോയത്. ഇവിടെയുള്ള ആളുകൾക്ക് മനുഷ്യത്വം പോരത്രേ. അവിടെയുള്ള മനുഷ്യർക്കാണ് മനുഷ്യത്വമുള്ളത്. അവിടെയാണ് ശരിയായ മതഭരണം നിലവിലുള്ളത്. അള്ളാഹുവിനെ സേവിക്കണമെങ്കിൽ, അള്ളാഹുവിന് ഇഷ്ടമുള്ള ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കണമെങ്കിൽ, അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മാറണമെങ്കിൽ നമുക്കും ആ രാജ്യത്തേക്കാണ് പോകേണ്ടത്. ഇവിടെയുള്ള ക്ഷേത്രങ്ങൾ, ഒരുപാട് അമ്പലങ്ങൾ, ഹിന്ദുക്കൾ, കാഫിറുകൾ, ക്രിസ്ത്യാനികൾ, ചർച്ചുകൾ, ഇതൊന്നും കാണാൻ ഞങ്ങൾക്ക് വയ്യ. ഞങ്ങൾക്കെപ്പോഴും അല്ലാഹു അക്ബർ എന്ന ഇടിമുഴക്കമാണ് കേൾക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരുപാട് മലയാളികളായ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ സിറിയയിലേക്ക് പോയത്. എന്തായിരുന്നാലും ഇപ്പോൾ അവർ ജയിലുകളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം വിമതർ ആദ്യം ചെയ്തത് ജയിലുകളിലുള്ള ആളുകളെ മോചിപ്പിക്കലായിരുന്നു. ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല. ആഭ്യന്തര യുദ്ധം രൂക്ഷമായിരിക്കുകയാണ് സിറിയയിൽ. അധികാര കൈമാറ്റത്തിന്റെ തുടർ ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവസരവാദിയും അപകടകാരിയുമായ കൊടും ഭീകരനാണ് സിറിയയുടെ ഭരണം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന അബു മുഹമ്മദ് അൽ ജിലാനി. 1,00,000-ലധികം ആളുകളെ സൽക്കാരം എന്ന പേരിൽ ആടുമാടുകളെ കശാപ്പ് ചെയ്യുന്ന രൂപത്തിൽ കശാപ്പ് ചെയ്ത ഭരണാധികാരിയായിരുന്നു മുൻ ഭരണാധികാരി. അയാളാണിപ്പോൾ വിമതർ സിറിയ പിടിച്ചെടുത്ത സാഹചര്യത്തിൽ നാടുവിട്ടത്. പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിലുള്ളത് എന്ന അവസ്ഥയിലാണ് ഇന്ന് സിറിയൻ ജനത. അതിനേക്കാൾ അപകടകാരിയും കശാപ്പിൽ 1-ാം സ്ഥാനത്തു നിൽക്കുന്ന കൊടും ഭീകരനാണ് അടുത്തതായി ഭരണം ഏറ്റെടുക്കാൻ പോകുന്ന വ്യക്തി. 42-കാരനായ അബു മുഹമ്മദ് അൽ ജിലാനിയാണ് അസദിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ചത്. അസദിനേക്കാൾ വലിയ ആളാണിത്. അമേരിക്ക തലയ്ക്ക് 10 കോടി വിലയിട്ട കൊടും ഭീകരനായ അബു മുഹമ്മദ് അൽ ജിലാനി മിതവാദിയുടെ കൃത്രിമ പ്രതിച്ഛായയിലേക്ക് ഇടയ്ക്കൊന്ന് മാറിയെങ്കിലും ജിലാനിയുടെ അൽഖ്വയ്ദ പശ്ചാത്തലം ലോകത്തെ ഭയപ്പെടുത്തുന്നത് മാത്രമല്ല, അയാളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഭീകര സ്വഭാവവും മനുഷ്യത്വരാഹിത്യവും മാനവിക രാഹിത്യവുമൊക്കെ ലോകത്തിന് പരിചയമുണ്ട്. സിറിയ പിടിക്കാൻ IS തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദി നിയോഗിച്ച വിശ്വസ്തനും കൂടിയാണ് അബു മുഹമ്മദ് അൽ ജിലാനി. അമേരിക്കയും ഇസ്രായേലും ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് പ്രഖ്യാപിച്ച സൈന്യ തലവൻ ഒടുവിൽ അമേരിക്കൻ മാധ്യമങ്ങളെ തന്നെ ഉപയോഗിച്ച് നിർമ്മിച്ച മിതവാദി പ്രതിച്ഛായയിലൂടെ US ആക്രമണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറിയ തന്ത്രശാലി. സൗദിയിൽ ജനിച്ച് 7-ാം വയസ്സിൽ കുടുംബത്തിനൊപ്പം സിറിയയിലേക്ക് മാറിയ മുഹമ്മദ് ഹുസൈൻ അൽ ഷറ സെപ്റ്റംബർ 11 ആക്രമണങ്ങൾക്ക് പിന്നാലെ തീവ്രവാദ ആശയങ്ങളിൽ ആകൃഷ്ടനായി.
2003 മുതൽ 5 വർഷം ഇറാഖിൽ ജയിലിലാണ്. 2011 അൽ ഖ്വയ്ദയുടെ സിറിയൻ വിഭാഗം ജബത്ത് അൽ നുഷ്ര രൂപീകരിച്ച് അസദിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി. എന്നാൽ അൽ നുഷ്ര IS ലയിക്കണമെന്ന ആവശ്യത്തോടെ ബാഗ്ദാദിയുമായി ഇടഞ്ഞു. പാശ്ചാത്യ ശക്തികൾ IS പിന്നാലെ തിരിഞ്ഞ സമയത്ത് സിറിയയിലെ ഇദ്ലിബിൽ സ്വന്തം സാമ്രാജ്യം ഉയർത്തി കരുത്തനായി മാറുകയായിരുന്നു ജിലാനി. അൽ ഖ്വയ്ദ പശ്ചാത്തലം ഭാരം എന്ന തിരിച്ചറിവിൽ ഭീകര സംഘടനയുടെ പേര് ഹയാത്ത് തഹ്രീർ ഷാം എന്ന് മാറ്റി. നീളൻ കുപ്പായവും താടിയും ഉപേക്ഷിച്ച് പാശ്ചാത്യ വേഷങ്ങളിൽ പൊതുവേദികളിൽ എത്തിയും മുഖം മിനുക്കാനുള്ള ശ്രമം നടന്നു. അതിനിടയിലും തുർക്കി, ചെച്നി, ഇറാഖ്, മധ്യേഷ്യ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലെ യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് സംഘടന കുറച്ചുകൂടി കരുത്തുണ്ടാക്കി. സ്ത്രീകൾക്ക് ശിരോവസ്ത്രം നിർബന്ധമല്ലെന്നും ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുമെന്ന് പറയുമ്പോഴും ഇദ്ലിബിലെ ഭരണസമിതിയിൽ സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും പ്രാതിനിധ്യമില്ലാത്തത് അൽ ജിലാനിയുടെ തനിനിറം വ്യക്തമാക്കുന്നതാണ്. വിമർശകർക്ക് ശബ്ദിക്കാൻ സ്വാതന്ത്ര്യമില്ല. വിമർശകരുടെ തലയെടുക്കുക എന്ന ഏക ലക്ഷ്യമായിരുന്നു ജിലാനിക്കും ഉണ്ടായിരുന്നത്. അങ്ങനെ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കണം. ആത്യന്തികമായ ലക്ഷ്യം അള്ളാഹുവിന് വേണ്ടി ലോകത്തെ കീഴ്പ്പെടുത്തുക എന്നതായിരുന്നു. അങ്ങനെ ജിലാനി ആഗോള ഭീകരതയുടെ അടുത്ത പോസ്റ്റർ ബോയ് ആകുമോ എന്ന ആശങ്കയാണ് സിറിയയിലെ സാധാരണ ജനത ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക ഭരണം ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിലാകുന്നതുവരെ നമ്മൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന ഖുർആനിന്റെ കൽപ്പനയാണ്. ആസാദായിരുന്നാലും, ബാഷർ ആസാദ് ഉണ്ടല്ലോ, മുൻ സിറിയൻ പ്രസിഡന്റ്, അയാളായിരുന്നാലും അതല്ല 10 കോടി രൂപ തലയ്ക്കും അമേരിക്കയും ഇസ്രായേലും വിലയിട്ട ഈ കൊടും ഭീകരനായ ജിലാനിയാണെങ്കിലും ലക്ഷ്യം വെക്കുന്നത് ഇതാണ്. ഇവർ 5 നേരം നമസ്കരിക്കുന്നുണ്ട്. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന് വേണ്ടി ഇവർ സുജൂദ് ചെയ്യുന്നുണ്ട്. നാളെ പരലോകമുണ്ട്, ശിക്ഷയുണ്ട്, രക്ഷയുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്, വിചാരണയുണ്ട്. ഇതൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ്. പക്ഷേ സാധാരണക്കാരന്റെ ജീവന് തെല്ലും വിലയില്ല. മാത്രവുമല്ല, ഇസ്ലാമിനെതിരെ എങ്ങാനും ശബ്ദമുയർത്തിയാൽ അവരെ ഇല്ലാതാക്കുക എന്ന ആശയമാണ് ഇവരിവിടെ സ്വീകരിക്കുന്നത്. ഒരുപാട് ഗോസിപ്പുകൾ ആരെക്കുറിച്ചും വരുന്ന കാലഘട്ടമാണിത്. പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിന് പിടിക്കാത്ത ആശയങ്ങൾ, അവർക്ക് വിമർശനങ്ങൾ പറ്റില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസങ്ങൾക്കും വിശ്വാസ പ്രമാണങ്ങൾക്കും എതിരായിട്ടുള്ള ആശയം ആര് പറഞ്ഞാലും ശരി, അവരെ അംഗീകരിക്കാൻ ആരും തയ്യാറാകില്ല. ഇനി അങ്ങനെ പറഞ്ഞ ആളുകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒന്ന് മാറ്റി പറഞ്ഞാലും പ്രശ്നമില്ല. മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നാലും പ്രശ്നമില്ല. പക്ഷേ സ്വന്തം വ്യക്തി ജീവിതം പാടെ പരാജയമായിരുന്നു എന്നും അത് ഒരുപാട് ജീർണതകളിൽ മരവിച്ചിരിക്കുകയായിരുന്നു എന്നാലും അവർക്ക് പ്രശ്നമില്ല. സ്വന്തം കണ്ണിൽ കിടക്കുന്ന കോൽ അവിടെ കിടക്കട്ടെ, ആരാന്റെ കണ്ണിലെ കരടിന്റെ പിന്നാലെ പോകലാണ് പതിവ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഗോസിപ്പുകളുടെ കാലഘട്ടമാണ്. പക്ഷേ സിറിയൻ ഭരണാധികാരി അങ്ങനെയല്ല. പഴയ ഭരണാധികാരിയും കശാപ്പിൻ പേര് കേട്ട ആള്. പുതിയ ഭരണാധികാരി അതിനേക്കാൾ വലിയ കേമൻ. അതാ പറഞ്ഞത്, പുറത്ത് കിടക്കുന്നതിനെക്കാട്ടിൽ വലുതാണ് മാളത്തിലുള്ളത് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തി സിറിയൻ ജനത. അയാളുടെ വെറും മേക്കപ്പ് മാത്രമാണ് ഈ മാനവികത. ഇന്ന് ജയിലുകൾ തുറന്നു വിട്ടത് പൂർവാധികം ശക്തിയോടുകൂടി വരുന്ന കൊടുങ്കാറ്റിന് മുന്നോടിയായിട്ടുള്ള ശാന്തത മാത്രമാണ്. സിറിയൻ ജനത ഭയക്കുന്നതും ഇത് തന്നെയാണ്. നന്ദി.